കേരള സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച കേരൽ പദ്ധതി ട്രാക്കിന് പുറത്തേക്ക് പോകുന്നു എന്ന സൂചനയാണ് ഇന്നലെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും പറഞ്ഞത്. കേരള സർക്കാരിന് തന്നെ ഈ പദ്ധതിയിൽ വേണ്ടത്ര താല്പര്യമില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളും. പദ്ധതിയെക്കുറിച്ച് പറയുന്നതല്ലാതെ അതിനുവേണ്ട ശ്രമങ്ങളൊന്നും സർക്കാർ നടത്താൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവ്യക്തതകളിൽ മുങ്ങുകയാണ് കേരൽ പദ്ധതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിൽവർ ലൈൻ ഇനി ട്രാക്കിൽ കയറില്ലെന്നാണ് കേന്ദ്രമന്ത്രി തന്നെ സൂചന നൽകിയത്. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യത തീർത്തും മങ്ങി. കേന്ദ്ര ബജറ്റിന് ശേഷം സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കേരളം പിന്നീട് ഇക്കാര്യത്തിൽ താല്പര്യമൊന്നും കാണിച്ചില്ലെന്നായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം. പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് കേരള സർക്കാരോട് ചോദിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും കേരളിനെ ഒഴിവാക്കിയ സംസ്ഥാന സർക്കാരും പദ്ധതി ഏതാണ്ട് കൈവിട്ടു എന്ന സൂചനയാണ് നൽകുന്നത്. പദ്ധതിയുടെ ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ലെന്നും കേരളത്തിൽ റെയിൽവേയുടെ ഭാവി വികസനത്തിനും വേഗം കൂട്ടലിനും ഇത് തടസ്സമാകുമെന്നുമാണ് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് 4 മാസം മുമ്പ് റിപ്പോർട്ട് നൽകിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈനിനു വേണ്ടി കേരയിൽ ആവശ്യപ്പെട്ട മുഴുവൻ ഭൂമിയിലും തടസ്സവാദം ഉന്നയിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. ഇതിനുശേഷം കേരളയിൽ അധികൃതർ പലവട്ടം ദക്ഷിണ റെയിൽവേ അധികൃതരുമായി ആശയവിനിമയം നടത്തുകയും അവർ ഉന്നയിച്ച തടസ്സവാദങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ അലൈൻമെന്റ് മാറ്റാം എന്നിവരെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ദക്ഷിണ റെയിൽവേ നിരസിക്കുകയോ അനുകൂല മറുപടി നൽകുകയോ ഉണ്ടായില്ല. റെയിൽവേ ഭൂമി വഴിയുള്ള പദ്ധതി നടത്തിപ്പിനെ പൂർണ്ണമായി എതിർത്തുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ ഭേദഗതിയൊന്നും വരുത്തിയതുമില്ല. ഈ സാഹചര്യത്തിൽ കേരളിനും സർക്കാരിനും പദ്ധതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ സിൽവർ ലൈന് ഇത്തവണ തഴഞ്ഞതും ഇക്കാരണത്താലാണ്. 2019 ഡിസംബറിൽ റെയിൽവേ ബോർഡിന് സമർപ്പിച്ച DPR തന്നെ കാലഹരണപ്പെട്ടു. കേന്ദ്രം അനുമതി നൽകുമായിരുന്നെങ്കിൽ ഇതിനകം ലഭിക്കുമായിരുന്നു എന്ന തിരിച്ചറിവിലേക്കും സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട്. കേരളയിൽ അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കോട്ടെ, ഇനി സിൽവർ ലൈൻ എന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുമ്പിലേക്ക് പോകേണ്ടതില്ലെന്നും ധാരണയുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രിയുടെ വാദത്തെ ഖണ്ഡിച്ചാണ് കേന്ദ്ര റെയിൽവേ ചുമതലയുള്ള വി അബ്ദുൾ റഹ്മാൻ നിലപാട് അറിയിച്ചത്. കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി നടത്തിയ പ്രതികരണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും അവഗണന മറച്ചുവെക്കാനുള്ള തന്ത്രവുമാണിതെന്നും സംസ്ഥാന റെയിൽവേ ചുമതലയുള്ള മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞിരുന്നു. റെയിൽവേ വികസനത്തിന് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പിന്നിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് ഇക്കാലവും നിഷേധാത്മക സമീപനം സ്വീകരിച്ചവരാണ് ഇപ്പോൾ ആക്ഷേപമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. റെയിൽവേ വികസനത്തിനായി ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പണം മുടക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിലാണ് കേരളം. റെയിൽവേ വികസന പദ്ധതികൾക്കായി മുഖ്യമന്ത്രി തന്നെ കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുകയും നിരവധി തവണ കത്ത് നൽകുകയും ചെയ്തെങ്കിലും സ്ഥിതിയിൽ ഒരു മാറ്റമുണ്ടായില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.